ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗംഗാ റിവർ ബേസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻഡസ് റിവർ ബേസിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻഡസ് റിവർ ബേസിന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീർ അതേപോലെ തന്നെ പാകിസ്ഥാനാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ബേസ് വരുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ ബേസിനായിട്ടുള്ള ഗാൻജറ്റിക് റിവർ ബേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗംഗാ റിവർ ബേസിന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബഹുഭൂരിഭാഗം ബേസിനും വരുന്നത് എവിടെ തന്നെയാണ്? ഇന്ത്യയിലാണ്. അപ്പം 3 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മെയിനായിട്ട് ഉത്തർപ്രദേശ്, അതുപോലെ ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ, അതുപോലെ തന്നെ ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, പിന്നെ ജാർഖണ്ഡ്, സം പോർഷൻസ് ഓഫ് ജാർഖണ്ഡ്. അപ്പം ഇത്രയും സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലാർജസ്റ്റ് റിവർ ബേസിനുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗാൻജറ്റിക് റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയാന ഉണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്ത് കൂടെ പോകുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റിവർ ബേസിനാണ് ഏതെന്ന് പറയുന്നത്? ഗാൻജറ്റിക് റിവർ ബേസിൻ. അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ഡെൻസിലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരേ ഒരു പ്രദേശമെന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഗാൻജറ്റിക് റിവർ ബേസിൻ. ഇന്ത്യയുടെ ഏകദേശം വരുന്ന ഒരു 60% പോപ്പുലേഷൻ ഏത് ഭാഗത്താണ് വരുന്നത്? ഗാൻജറ്റിക് റിവർ ബേസിൻ്റെ തീരത്താണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ഉത്തർപ്രദേശാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ആ ഉത്തർപ്രദേശിലെ ബഹുഭൂരിഭാഗം ഭാഗത്തു കൂടിയും പോകുന്നത്, അല്ലെങ്കിൽ ഗംഗാ റിവർ ഏറ്റവും കൂടുതലായിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉത്തർപ്രദേശിൻ്റെ ഉത്തർപ്രദേശാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമ്മൾ ഗാൻജറ്റിക് റിവർ ബേസിനെ കുറിച്ച് അങ്ങനെയുണ്ട് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗംഗാ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് 2 നദികളായിട്ടാണ്. ഗംഗാ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് 2 നദികളായിട്ടാണ്. ഒന്ന് ഭാഗീരഥി, അതുപോലെ തന്നെ അളകനന്ദ. ഭാഗീരഥി, അളകനന്ദ. ഓക്കെ, ഇതിൽ ഭാഗീരഥി ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. ഗംഗോത്രി ഗ്ലേഷ്യർ, അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഗോമുഖ് കേവ്സ് ആണ്. ഗോമുഖ് കേവ്സ്. അതുപോലെ തന്നെ അളകനന്ദ ഒറിജിനേറ്റ് ചെയ്യുന്നത് സന്തോപന്ത് ഗ്ലേഷ്യറിൽ നിന്നാണ്. ബദ്രിനാഥിൻ്റെ വടക്കുള്ള സന്തോപന്ത് ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ലേക്കിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ഇവർ 2 പേരും കൂടിയിട്ട് ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നാണ് ഏത് നദി ഉണ്ടാവുന്നത്? ഗംഗാ റിവർ ഉണ്ടാവുന്നത്. ഓക്കെ, ഗംഗാ റിവർ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളത് മാപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാപ്സിനകത്തെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളകനന്ദ ദേവപ്രയാഗ്, ഉത്തരാഖണ്ഡ് ജില്ലയിലുള്ള ദേവപ്രയാഗ്. ഈ ദേവപ്രയാഗ് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡ് കാണാനുണ്ട്, ദേവപ്രയാഗ്. അതിൻ്റെ വീഡിയോ ഒക്കെ താഴെ കാണാനുണ്ട്, ദേവപ്രയാഗ് സംഗമസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഗംഗാ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ ഗംഗാ റിവർ നമ്മൾ അപ്സ്ട്രീമിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റിവേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഭാഗീരഥി റിവർ, അതുപോലെ തന്നെ അളകനന്ദ റിവർ. ഇതിൽ ഭാഗീരഥി റിവർ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഫർദറായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു വലിയൊരു റിസർവോയറിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ റിസർവോയർ എന്ന് പറഞ്ഞത് തെഹരി ഡാമാണ്. തെഹരി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡാമുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, തെഹരി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ തെഹരി ഡാം ഏത് റിവറിന് അക്രോസ് ആണ് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗീരഥി റിവറിന് അക്രോസ് ആണ്. എവിടെ? ഭാഗീരഥി റിവറിന് അക്രോസ് ആണ്, വിച്ച് ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഗംഗോത്രി. അവിടെ കാണുന്നുണ്ട് ഗംഗോത്രിയിൽ നിന്ന് പിന്നെയും ഫർദറായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമുഖ് ഗംഗ. ഇവിടെ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഭാഗീരഥി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമുഖ് കേവ്, ഒരു കേവ് പോലെ തോന്നിപ്പിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ കേവിൻ്റെ ഉള്ളിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇത് ചുറ്റും ഗ്ലേഷ്യർ ലേക്കാണ്. അപ്പോൾ ഗ്ലേഷ്യറിൻ്റെ ഒരു കേവിൽ നിന്നാണ് ഭാഗീരഥി റിവർ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താ നോക്കിയേ, അളകനന്ദ റിവർ ഇതുപോലെ നമ്മളങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദറായിട്ട് രുദ്രപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദ റിവറിൽ ആര് വന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു? മന്ദാകിനി റിവർ വന്നിട്ട് ചേരുന്നു. ഓക്കെ. അപ്പോൾ അളകനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ട്രീമുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആര് വന്ന് ചേരുന്നു? മന്ദാകിനി റിവർ വന്ന് ചേരുന്നു. എവിടെ വെച്ചിട്ട്? രുദ്രപ്രയാഗിൽ വെച്ചിട്ട്. അപ്പോൾ അളകനന്ദയുടെ അപ്സ്ട്രീമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രുദ്രപ്രയാഗിൽ വെച്ചിട്ട് മന്ദാകിനി റിവർ കൺവേർജ് ചെയ്യുന്നു. ഇനി പിന്നെയും നമ്മൾ അപ്സ്ട്രീമിലേക്ക് ആരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളകനന്ദ റിവറിനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണപ്രയാഗിൽ വെച്ചിട്ട് പിണ്ടാർ റിവർ ഇതിൽ വന്ന് ചേരുന്നു. കർണപ്രയാഗിൽ വെച്ചിട്ട് പിണ്ടാർ റിവർ അതിൽ വന്ന് കൂടിച്ചേരുന്നു. ഇനി ഫർദറായിട്ട് പിന്നെയും അപ്സ്ട്രീമിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നന്ദപ്രയാഗിൽ വെച്ചിട്ട് നന്ദാകിനി റിവർ വെച്ചിട്ട് നന്ദാകിനി റിവർ പിന്നെയും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അളകനന്ദ റിവർ. പിന്നെയും നമ്മൾ അപ്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളകനന്ദ റിവർ ചെറുതായി ചെറിയ സ്ട്രീമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം എവിടെ ചെന്ന് ചേരുന്നു? പിന്നീടും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ടാണ് പിന്നെയും ഫർദർ അപ്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ട്? വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട് ധൗളി ഗംഗ റിവർ. ഓക്കെ. വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ധൗളി ഗംഗ റിവർ. ഓക്കെ. വിഷ്ണുപ്രയാഗിൽ വെച്ച് ധൗളി ഗംഗ റിവർ എന്ത് ചെയ്യുന്നു? വിഷ്ണുപ്രയാഗിൽ വന്ന് കൂടിച്ചേരുന്നു. പിന്നെയും ഫർദർ അപ്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബദ്രിനാഥ് നിന്ന് പിന്നെയും ഫർദറായിട്ട് അപ്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോപന്ത്. ഇത്രയും ഭാഗത്തിനെ സന്തോപന്ത്. അപ്പോൾ ഈ സന്തോപന്തിൻ്റെ ഗ്ലേഷ്യറിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അളകനന്ദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. സന്തോപന്ത് ഗ്ലേഷ്യറിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അളകനന്ദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഭാഗീരഥി
ഗോമുഖ് കേവ്സിൽ നിന്ന്. അപ്പോൾ രണ്ടിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനകത്തും പ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, പ്രയാഗ്. ഈ പ്രയാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് കൺഫ്ലുവൻസ് ഓഫ് 2 റിവേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് രണ്ടോ ഒന്നിൽ കൂടുതലോ നദികൾ വന്ന് കൂടിച്ചേരുന്ന ഒരു സംഗമസ്ഥാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രയാഗ് എന്ന് പറയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ അളകനന്ദ റിവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം രുദ്രപ്രയാഗിൽ വെച്ചിട്ട് അപ്സ്ട്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അപ്സ്ട്രീമിൽ കിടക്കുന്നത് വിഷ്ണുപ്രയാഗാണ്. വിഷ്ണുപ്രയാഗിൽ സന്തോബന്ദ് ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അളകനന്ദയിൽ വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട് ആര് വന്ന് ചേരുന്നു? ധൗളി ഗംഗ റിവർ വന്ന് ചേരുന്നു. പിന്നീട് അത് അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് വരുന്നു. അതിനുശേഷം നന്ദപ്രയാഗിൽ വെച്ചിട്ട് നന്ദാകിനി റിവർ വന്ന് കൂടിച്ചേരുന്നു. അതിനുശേഷം പിന്നീട് ഫർദർ അങ്ങോട്ട് പോകുമ്പോൾ കർണപ്രയാഗിൽ വെച്ചിട്ട് പിണ്ടാർ റിവർ വന്ന് ചേരുന്നു. പിന്നെയും ഫർദറായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രുദ്രപ്രയാഗിൽ വെച്ചിട്ട് മന്ദാകിനി റിവർ വന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഫർദർ പിന്നെയും അങ്ങോട്ട് പോകുമ്പോൾ ദേവപ്രയാഗിൽ വെച്ചിട്ട് ആര് വന്ന് ചേരുന്നു? ഭാഗീരഥി വന്ന് ചേരുന്നു. ഭാഗീരഥി വന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഗംഗാ റിവർ. ഓക്കെ, ഗംഗാ റിവർ. യെസ്, ദേവപ്രയാഗ്. ഓ